ഡിജി ലൈഫ് ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിളിൽ ചെന്ന് ആധാർ കാർഡ് ലോഗിൻ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിടെ നിന്നും രണ്ടാമത്തെ ലിങ്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ സർവീസസ് എന്ന് പറഞ്ഞു കിടക്കുന്നത് കാണാം. താഴ്ഭാഗത്തായിട്ടാണുള്ളത് ആധാർ കാർഡ് സർവീസസ്. അതിൽ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആധാർ കാർഡ് മൊബൈൽ നമ്പർ എന്നുള്ളത് ഇവിടെ നിന്നും വെരിഫൈ ഇമെയിൽ ആൻഡ് മൊബൈലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പറും ആ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ചയും തെറ്റിപ്പോകാതെ കൃത്യമായിട്ട് തന്നെ നൽകുക. അതിനുശേഷം സബ്മിറ്റാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ഫോൺ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ബോക്സിൽ വെരിഫൈഡ് വിത്ത് ദി റെക്കോർഡ് എന്ന് പറഞ്ഞ് മുകൾ ഭാഗത്തായിട്ട് എഴുതി കാണിക്കും. അതല്ല നമ്മുടെ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റെഡ് ബോക്സിൽ നോട്ട് വെരിഫൈഡ് വിത്ത് ദി റെക്കോർഡ് എന്ന് പറഞ്ഞായിരിക്കും എഴുതി വരുന്നത്. അങ്ങനെ നമുക്ക് നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറാണ് രണ്ടാമത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കണ്ട വെരിഫൈഡ് വിത്ത് ദി റെക്കോർഡ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഗ്രീൻ കളറിൽ വരികയാണെങ്കിൽ മാത്രമാണ് ആധാർ കാർഡുമായി നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ നമ്പറൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.